നമസ്കാരം. പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇടപെടുകയാണ്. ലയന നടപടികൾ PMO വൈകാതെ വിലയിരുത്തിയേക്കും എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത സാമ്പത്തിക വർഷത്തേക്കായി ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലോ അതിനു മുമ്പോ ലയന പ്രഖ്യാപനം വന്നേക്കാം എന്ന സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. ലയനത്തിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് തയ്യാറാക്കിയ കരട് പദ്ധതിക്കാണ് PMO പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലയനത്തിന് പുറമെ ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്വയംഭരണാധികാരം വ്യക്തമാക്കൽ, കൂടാതെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി ഉയർത്തൽ എന്നിവയും PMOയുടെ ഓഫീസ് വിലയിരുത്തുന്നുണ്ട്. നിലവിൽ FDI പരിധി 20%. ഇത് 49% ഉയർത്തിയേക്കുമെന്ന വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ 2021-22 ബഡ്ജറ്റിൽ ധനമന്ത്രി ബാങ്ക് സ്വകാര്യവത്കരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇതും പരിഗണനാ വിഷയമാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമായി പറയുന്നത്. പൊതുമേഖലാ ബാങ്ക് ലയനം നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സാധ്യമാക്കാനുള്ള നീക്കങ്ങളുമായാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. ബാങ്കുകളെ സംയോജിപ്പിച്ച് ലോകത്തെ ആദ്യ 20 മുൻനിര ബാങ്കുകളുടെ കൂട്ടത്തിലേക്ക് ഇന്ത്യയിലെ 2 പൊതുമേഖലാ ബാങ്കുകളെയെങ്കിലും കൊണ്ടുവരണമെന്ന നിർദ്ദേശമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. SBI, അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവയിൽ മറ്റ് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചേക്കും. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക് എന്നിവയെ SBI ലയിപ്പിച്ചേക്കും. ബാങ്ക് ഓഫ് ബറോഡ, അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിലും, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ കാനറ ബാങ്കിലും ലയിപ്പിച്ചേക്കും. ഇതിൽ ബാങ്ക് ഓഫ് ബറോഡയെ സ്വതന്ത്രമായി നിലനിർത്താനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ലയിച്ച് വലിയ ബാങ്കുകൾ ഉണ്ടാകുമ്പോൾ വമ്പൻ പദ്ധതിക്ക് ഉൾപ്പെടെ വായ്പ നൽകാനും മറ്റും ഈ ബാങ്കുകൾക്ക് കഴിയും. നിലവിൽ ബാങ്ക് ആസ്തിയിൽ ലോകത്തെ പ്രമുഖ 100 ബാങ്കുകളുടെ പട്ടികയിൽ 47ാം സ്ഥാനത്താണ് SBIക്കുള്ളത്. ഈ ഭാഗത്തിൽ ആദ്യ 4 ബാങ്കുകളും ചൈനയുടേതാണ്. 2017 നരേന്ദ്രമോദി സർക്കാർ ബാങ്ക് ലയനം ആദ്യം നടപ്പിലാക്കിയത്. പിന്നീട് 2019 കൂടുതൽ ലയനത്തിലൂടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 27 നിന്ന് 12 ചുരുക്കി. അതും 3 ഇപ്പോൾ നീക്കം നടത്തുന്നത്. ചില മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ പ്രകാരം ലയനം ഇപ്പോൾ അജണ്ടയിൽ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക്. മോദി തന്നെ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് നേരിട്ട്. നിലവിൽ കൂടുതൽ ശ്രദ്ധ സെബിയുടെ മിനിമം പൊതു ഓഹരി പങ്കാളിത്ത ചട്ടം പാലിക്കുന്നതിനാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സെബിയുടെ ചട്ടപ്രകാരം ഓരോ ബാങ്കിന്റെയും കുറഞ്ഞത് 25% ഓഹരികൾ പൊതുജനങ്ങളുടെ കൈവശം വേണം. അതിനാൽ കേന്ദ്രം പരമാവധി 75% ഓഹരികൾ മാത്രമേ കൈവശം വയ്ക്കാൻ കഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.